ഇന്ന് എന്റർപ്രണർഷിപ്പ് ഡേ ആയിട്ട് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നു. ഞാൻ സ്വാതന്ത്ര്യദിന സമ്മേളനത്തിലെ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലം ഈ ദിവസമാണ് എമർജിംഗ് കേരള നടന്നത്. അന്നാണ് സ്റ്റുഡന്റ് എന്റർപ്രണർഷിപ്പ് പോളിസി പ്രഖ്യാപിച്ചത്. അതിന് വലിയ ഒരു സപ്പോർട്ടാണ് കിട്ടിയത്. ഇപ്പം നമ്മുടെ എറണാകുളത്തെ സ്റ്റാർട്ടപ്പ് വില്ലേജില് 1000-ലധികം യുവാക്കള് പുതിയ ആശയങ്ങളുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഓരോ ഗ്രൂപ്പിലും 5 മുതൽ 7 പേരെ വരെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ് ഗവൺമെന്റ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 125 യൂണിറ്റ് തുടങ്ങിക്കഴിഞ്ഞു. അവർ പലർക്കും നല്ല പ്രോഗ്രസ്സാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു. ഇത് ഈ കഴിഞ്ഞ ഒരു വർഷം IT, ടെലികോം ഈ 2 മേഖലകളിലാണ് കൂടുതലായിട്ടുള്ള സംരംഭകർ വന്നതും അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ നീങ്ങിയത്. അപ്പോൾ അന്ന് പ്രഖ്യാപിച്ചിരുന്ന 20% അറ്റൻഡൻസും 4% ബോണസ് മാർക്കും ഗവൺമെന്റ് ജിയോ ഇറക്കി. അത് മുഖ്യമന്ത്രിയുടെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. 2 യൂണിവേഴ്സിറ്റി അവരുടെ ആവശ്യമായ അമെൻമെന്റ് വരുത്തി. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ ഇത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മറ്റുള്ള മേഖലകളിലേക്കെല്ലാം വ്യാപിപ്പിക്കാനായിട്ടാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനം. അപ്പം കൃഷി, ആരോഗ്യം, സിനിമ, സാംസ്കാരികം, ടൂറിസം തുടങ്ങി എല്ലാ മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുന്നു. അതോടൊപ്പം ഇപ്പം സമഗ്രമായ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു നയം അത് രൂപീകരിക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള ആ നടപടികൾ അത് 1 മാസത്തിനകം പ്രഖ്യാപിക്കണം എന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം 3 കാര്യങ്ങൾ ഇന്ന് അനൗൺസ് ചെയ്തു. ഒന്ന്, ബഡ്ജറ്റിന്റെ 1%, സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിന്റെ 1% യൂത്ത് എന്റർപ്രണേഴ്സിന്റെ സ്കീമുകൾക്ക് അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കും. അപ്പം വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ അവർക്ക് അലോട്ട് ചെയ്യുന്ന തുകയിൽ ഓരോ പോർഷൻ എല്ലായിടത്തും കാണും. 1% എന്ന് പറയുമ്പോൾ അത് 500 കോടിയിലധികം രൂപ വരും ഒരു വർഷം. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത്രയും വലിയ തുക മാറ്റിവെച്ചുകൊണ്ടുള്ള സ്കീം. രണ്ടാമത്തത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്നു. അതിൽ ഈ കൃഷി രംഗത്ത് ഹൈടെക് കൃഷി സംരംഭങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കും. കാരണം കൃഷിയിൽ നിന്ന് യങ്സ്റ്റേഴ്സ് പിന്മാറുന്ന ഒരു ട്രെൻഡായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ കൊടുത്ത് പ്രത്യേകിച്ച് ഹൈടെക് സമ്പ്രദായങ്ങളിൽ പഠിച്ച് മുമ്പോട്ട് വരുന്ന ചെറുപ്പക്കാർക്ക് തന്നെ താല്പര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അതിനുള്ളതായിരുന്നാണ്. അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, എല്ലാ കോളേജുകളിലും എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ്ബുകൾ ആരംഭിക്കും. ഇന്നിപ്പോൾ ഇത് സംബന്ധിച്ച് വിദ്യാർത്ഥികളുമായും മറ്റ് ചെറുപ്പക്കാരുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനുള്ള അവരുമായി ബന്ധപ്പെടുന്നതിനൊരു സൗകര്യം 1 മണി തൊട്ട് 1:30 വരെ ഉണ്ടായിരുന്നു. ഞാനും വ്യവസായ IT വകുപ്പ് മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്ന് 2892 ഹൈസ്കൂളുകളിലും 1551 ഹയർ സെക്കൻഡറി സ്കൂളുകളിലും 379 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനു പുറമെ കോളേജുകൾക്ക് ഇങ്ങനെ ഒരു കേന്ദ്രീകൃത സ്വഭാവമില്ലാത്തതുകൊണ്ട് കോളേജുകളുടേത് എത്ര കോളേജ് എന്നുള്ളത് നമുക്ക് ഉടനെ പറയാനൊക്കത്തില്ല. പക്ഷേ സ്കൂളുകളിൽ ഇതിന് വ്യക്തമായിട്ടൊരു സംവിധാനം ഉള്ളതുകൊണ്ട് അതറിയാൻ പറ്റും. ഇത്രയും സ്ഥലങ്ങളിൽ ഇത് നടത്തി.